ഹലോ ഗൈസ്, എങ്ങനെ ഞങ്ങള് വെറുതെ വീട്ടിലിരിക്കുന്ന ബോറായ കൊണ്ട് ഞങ്ങള് വെറുതെ ബീച്ച്, ഞങ്ങളെ തൊട്ടപ്പുറത്ത് തന്നെ പണമ്പൂർ ബീച്ച് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പൊ ഞങ്ങള് കസിൻസ് എല്ലാരും പണമ്പൂർ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ്. ഇതാണ് പണമ്പൂർ ബീച്ച്. പണ്ട് പണമ്പൂർ ബീച്ചിനെ കൊള്ളൂലെന്ന് എല്ലാരും പറയായിരുന്നു. ഇപ്പം ക്രൗഡ് കണ്ട ഗൈസ്, ഇപ്പൊ ഫുൾ ചേഞ്ചസ് ആണ് ഗൈസ്. ബിക്കോസ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് ആൻഡ് സർഫിങ്. നോക്കൂ, അവിടെ സർഫിങ് ആണ് ചെയ്യുന്നത് ഗൈസ്. സർഫിങ് എങ്ങനെയാ ചെയ്യുന്നത് നോക്കൂ നിങ്ങള്. ആൻഡ് അങ്ങനെ തന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉണ്ട് അവിടെ. ആൻഡ് നിങ്ങൾക്ക് സ്കൈ ഡൈനിങ് ഉണ്ട്. സ്കൈ ഡൈനിങ് പോണെങ്കിൽ സ്കൈ ഡൈനിങ് പോവാം. ആൻഡ് അതാണ് ഞങ്ങളെ മാമി ഗൈസ്. നോക്കൂ മാമിനെ കണ്ട മാമിക്ക് കുറച്ച് നാണക്കേടാണ് ഗൈസ്. ആൻഡ് ഇത് ഞങ്ങളെ കസിൻസ് ഗ്രൂപ്പാണ് ഗൈസ്. നോക്കൂ, ഇത് ഞങ്ങളെ കസിൻസ് ഗ്രൂപ്പാണ്. ഏ ഞമ്മള് വൈകുന്നേരം വന്നത് എന്തിനാണ് പറഞ്ഞെങ്കിൽ ഭയങ്കര വെയിൽ താണിട്ടാണ് ബീച്ചിൽ വരണ്ടേ. അപ്പൊ ഒരു വൈബാണ്. ആൻഡ് നമുക്ക് കളിക്കുന്നതെല്ലാം ഉണ്ട്, ഫുഡ്സ് ഉണ്ട്, റിസോർട്ട്, റെസ്റ്റോറന്റ് എല്ലാം ഉണ്ട്. എല്ലാം ഇപ്പം പുതിയതായിട്ട് ഇല്ല ഗായ്സ്. ഇതിപ്പോ ഞങ്ങളെ പഴയ ബീച്ചിലായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ പുതിയ ബീച്ച് ആയ കൊണ്ട് ഫുള്ള് ചേഞ്ചസ് ആയിണ്ട്. നമുക്ക് ചോദിക്കാം, നമ്മളെ മാമീനോട് ചോദിക്കാം, നമ്മളെ ബീച്ചിനെ കുറിച്ചിട്ട് നമ്മളെ മാമീനോട് ചോദിക്കാം ഗൈസ്. ചോദിക്കാം അഭിപ്രായം. മാമി, ഞങ്ങളെ പുതിയ ബീച്ച് ഡെവലപ്മെന്റ് ആയെന്ന് മാമിക്ക് രണ്ട് വർത്തമാനം പറയണ്ടെങ്കിലും പറയാം. അഭിപ്രായം ബീച്ച് ഇപ്പം കൊള്ളാം, നന്നായിട്ട് നമുക്ക് അതുവരെ പോകാം. അതുകൊണ്ട് അതെന്താണ് കല്ലിട്ട സ്ഥലത്താണ് പറയുന്നത്. ബ്രേക്ക് വാട്ടർ അല്ല, നമുക്ക് അതുവരെ പോവാം. പിന്നെ സ്കൈ ഡൈവിംഗ് സ്കൈ ഡൈനിങ് എല്ലാം ഉണ്ട് അവിടെ. റെസ്റ്റോറന്റ് ഉണ്ട് അവിടെ. ഇങ്ങനെ പുതിയതൊക്കെ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നന്നായിരിക്കും. കുറച്ചും കൂടെ ആൾക്കാർ ബീച്ചിൽ വന്നാൽ അപ്പം ഗായ്സ്, നമ്മളിപ്പം ആദ്യമായിട്ട് അഡ്വഞ്ചർ ആയിട്ട് കേറാൻ പോണ എന്താന്ന് പറഞ്ഞെങ്കിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആണ് ഗായ്സ് നമ്മൾ കേറാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും പല സ്ഥലത്തും. പക്ഷെ ഞങ്ങൾ ഈ മാംഗ്ലൂരിൽ ആദ്യമായിട്ടാണ് പറഞ്ഞ ഈ പണമ്പൂർ ബീച്ചില് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആദ്യമായിട്ടാണ് വന്നത്. സോ നമ്മള് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പണമ്പൂരിലാണ് ഇപ്പം കേറാൻ പോവാ. അപ്പൊ നിങ്ങളെല്ലാരും അതിന് എന്താ പറയാ, ഇവിടെ വന്നെങ്കിൽ നിങ്ങൾക്കും ആ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് നമ്മളെല്ലാം കാണിക്കാൻ പോവാണ് ഗൈസ്. ആൻഡ് സ്കൈ ഡൈനിങ് ചിലപ്പോൾ നമുക്ക് കേറാൻ പറ്റുമെങ്കിൽ കേറും, അല്ലെങ്കിൽ ഇല്ല. ഓക്കെ ബ്ലൂം. ഓക്കെ ഗൈസ്, ഞാനിപ്പോ ഈ എക്സ്പീരിയൻസിന് എന്റെ കസിൻ നാട്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്, ട്രിവാൻഡ്രത്തിന്. സോ അവനോട് ഞാൻ ചോദിക്കാൻ പോവാണ്. സോ എങ്ങനെയാണ് ഞങ്ങളെ ബീച്ച് ഉള്ളത് പറയൂ. ഭൂമിയിലാണ് ബീച്ച് ഉള്ളത്. അല്ല ഭൂമിയിൽ അതല്ല പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ഈ പണമ്പൂർ ബീച്ചിനെ കണ്ടിട്ട് എന്താണ് താങ്കൾക്ക് തോന്നുന്നത്? കുഴപ്പമില്ല, കൊള്ളാം. അത്ര പോരാ, എന്നാലും കൊള്ളാം. ആടാ നോക്കടാ, ഊളത്തരവൻ പറഞ്ഞതാ. പറയും. നല്ല ബോട്ടുണ്ട്, നല്ല ഷിപ്പുണ്ട് ഗായ്സ്. നമ്മളെ ട്രിവാൻഡ്രത്ത് കാണാൻ പറ്റാത്ത ഷിപ്പുണ്ട്. പിന്നെ കുറെ ആൾക്കാർ മദാമ്മമാരല്ല വരും. ഒരു സീസൺ ടൈമാണ് ഇവിടെ വരുന്നത്. ആൻഡ് കുറെ അപ്പൂപ്പന്മാരും അമ്മമ്മമാരും ആന്റിമാരും അങ്കൽമാരും എല്ലാരും ഉണ്ട് ഇവിടെ. ഓക്കെ, നല്ല വ്യൂ ആണ്. ആ സ്കൈ ഡൈനിങ് ഒന്ന് കാണിക്കൂ മോനെ, കാണിക്കൂ ആ സ്കൈ ഡൈനിങ്. എന്താ പറഞ്ഞ? കേൾക്കുന്നില്ല മാമ. ഗായ്സ് നോക്കൂ ഗായ്സ്, ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട് ഇവിടെ. അപ്പം അവൻ പെമ്പിളരെ ഫോട്ടോ എടുക്കുന്ന കാണാം നമുക്ക്. എന്റെ കസിൻ തന്നെയാണ്. അപ്പം അവൻ ഈ പെമ്പിളരെ ഫോട്ടോ എടുത്ത സ്റ്റൈല് ഞമ്മക്ക് കാണിക്കാവേ. അപ്പം ഇതാണ് ആ ഫോട്ടോഗ്രാഫർ. പെമ്പിളരെ ബാക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടുള്ള ഫോട്ടോഗ്രാഫറാണ്. ആർക്കെങ്കിലും പ്രൊമോഷൻ വീഡിയോ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ ഫോട്ടോഗ്രാഫർ ഇവിടെ ഉണ്ട്. അവനെ പെയ്ഡ് പ്രൊമോഷൻ ആണ് അവൻ ചെയ്യുന്നത്. അങ്ങനെയൊന്ന് പറയും, അങ്ങനെയൊന്ന് പറയും. പക്ഷെ പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമില്ല. അവൻ വെറുതെ ഓസിക്ക് ചെയ്തു തരും. അവന് വേറെ പണിയൊന്നുമില്ല ഇപ്പൊ വെക്കേഷൻ ടൈം ആയതുകൊണ്ട്.
അപ്പം എല്ലാവർക്കും കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ സിനു ഇൻസ്റ്റാഗ്രാം ID പറയണം, എല്ലാരും ഫോളോ ചെയ്യുക. ആരോ ഗൈസ്, അപ്പൊ ഇതാണ് സനു നിനക്ക് എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഉള്ളത് ഇപ്പൊ ഞങ്ങളെ പണമ്പൂർ ബീച്ചിൽ വന്നിട്ട്? ഇവിടെ വന്നിട്ട് ലൈറ്റ് ഒക്കെ ഉണ്ട്, നല്ല ഇതൊക്കെ ഉണ്ട്, കൊച്ചു പിള്ളേർ കളിക്കുന്ന ഇതൊക്കെ ഉള്ളു. ഓക്കെ. പിന്നെ ഒട്ടകം ഉണ്ട് ഇവിടെ ഗൈസ്, ഒട്ടകം, കുതിര, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ആൻഡ് സ്വിംഗ് ഉണ്ട്. ഇപ്പൊ പുതിയതായിട്ട് ഉണ്ടായതാണ് അത്. ഊഞ്ഞാല ഐ മീൻ സൺസെറ്റ് കാണാൻ എന്തൊരു രസമാണ് അറിയോ? ഇവിടെ ബീച്ചിൽ ഇങ്ങനെ ഇരുന്നിട്ട് സൺസെറ്റ് കാണാൻ ഭയങ്കര നല്ല സൺസെറ്റാ, നല്ല കൊള്ളാട്ടാ. കണ്ടാ അവനില്ല, അവൻ നമ്മളെ കൂടെ ഇരിക്കൂല ഗൈസ്. അവൻ എപ്പോഴും നടക്കുക. ഇവന് കുറച്ച് വ്യാധി ഉള്ളത് മോനെ. തേച്ചു പോയി പെണ്ണു. ഇവന്റെ പെണ്ണിന്റെ പേരായിരിക്കും പറയണോ? പറഞ്ഞ ഇപ്പൊ ഇവിടെ നിന്ന് ഓടിപ്പോവും. തേച്ചില്ലേ പെണ്ണ്, തേച്ചില്ലേ പെണ്ണ്. തുട്ട് വല്ലതും സംസാരിക്കും. തുട്ടിന്റെ സ്ഥലത്താണ് അവര് വന്നിരിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും നിങ്ങളെ സ്ഥലത്തിനെ കുറിച്ച് സംസാരിക്കും. നീ മീന് പിടിക്കാണ് ഇല്ല, ഞമ്മക്ക് കാണാം. ഞമ്മക്ക് അവിടെ മീന് പിടിക്കുന്നതാണ്. അവര് മീന് പിടിച്ചോണ്ടിരിക്കാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഞമ്മള് മീന് പിടിക്കുന്ന കാണാൻ വേണ്ടിട്ടാണ് പോണേ ഗൈസ്. പക്ഷെ അയാൾ വേണ്ട, അയാൾ മുള്ളിക്കൊണ്ടിരിക്കാണ്. വേണ്ടവാ, കൊളാണ് ഗൈസ്, നിങ്ങൾ നോക്കണ്ട. പക്ഷെ ആ സൺസെറ്റ് കൊള്ളാലോ ഗൈസ്. ആ സൺസെറ്റ് ഭയങ്കര രസമാണ്. അത് നോക്കാൻ എന്തൊരു നല്ല രസമാണ്. ആൾക്കാർ നമ്മളെ നോക്കുന്നതാണ്. അവിടെ നോക്കും, സൺസെറ്റ് ഭയങ്കര രസമാണ്. അതാ കണ്ടാം, ഒരു സൺസെറ്റ് ഭയങ്കര രസമാണ് ഞങ്ങൾ ഇവിടെ കാണാൻ വേണ്ടിട്ട്. ഇതേ കണ്ട, അവന് തേപ്പ് കിട്ടിയ കൊണ്ട് വായിന്ന് എന്തെല്ലാം വരുന്നെന്ന് പറയാൻ പറ്റുന്നില്ല. ഇതാണ് കൊറിയൻ ബോയ്, ചബി ബോയ്, ക്യൂട്ട് ബോയ്. തീട്ടം ബോയ് അല്ലടാ, അവൻ നല്ല രസമാ. ഓക്കെ, ഓക്കെ പിള്ളേരെ എന്താ വേണം പറയും. ഫ്രൈഡ് റൈസ് ആണോ, ചിക്കൻ ആണോ? ഫുള്ള് 1/2 ആക്കട്ടെ. ഫുള്ള് 2 ആക്കും. വേണമെങ്കിൽ പിന്നെ മേടിക്കാം. നിനക്ക് ഫ്രൈഡ് റൈസ് ഇറക്കാൻ വേണ്ടേ? ഫ്രൈഡ് റൈസ് ഇറക്കാൻ വേണ്ടേ? ഒരാൾക്ക് മാത്രമാണോ ഫ്രൈഡ് റൈസ്? നിനക്ക് എന്താ കൊന്ത വേണ്ടേ? അങ്ങനെയൊന്നും വെറുതെ പറയാ, പാവല്ലടാ നീ, അനിയനല്ലേ എന്റെ. പറയ്, നിനക്ക് പാവ് ഭാജി ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്, നൂഡിൽസ്, അതൊരു ബണ്ണിന്റെ പോലെ ഇരിക്കും, പിന്നെ കുറച്ച് ഗ്രേവി അത് വേണ്ട. ഫ്രൈഡ് റൈസ് വേണോ, നൂഡിൽസ് വേണോ, പിന്നെ എന്തൊരു വേണം? ബിരിയാണി വേണോ, വെജ് ഗ്രേവി ഉണ്ട്, പിസ്സ, സാൻഡ്വിച്ച് വേണോ? അതെല്ലാം വേണ്ട, ഇവിടെ കൊള്ളില്ല അതൊന്നും. ഞാൻ നിനക്ക് എന്താ വേണം തരത്തില്ല. ഫ്രൈഡ് റൈസ്, നൂഡിൽസ് നിനക്ക് ഞാൻ പറഞ്ഞത് അവൻ പറയുള്ളൂ. ഞാൻ ഇഷ്ടമുള്ള എനിക്ക് ചേച്ചിക്ക്. മാമിക്ക് എന്ത് മാമി? ഒരു കപ്പ് മൂത്രം വീഡിയോ ഉണ്ട് അവിടെ. മാമി പാവ് ഭാജി, പിന്നെ വെജ് ഫ്രൈഡ് റൈസ്, സിസ്വൻ ഫ്രൈഡ് റൈസ്, നൂഡിൽസ് റൈസ്, സിംഗപ്പൂർ റൈസ്. ഞാനെന്ത് മെനു വായിക്കുന്നത് അവിടെ. ഞാൻ ഇവിടൊക്കെ ജോലി നിക്കട്ടെ. മാമനോ? ഗോപി ഉണ്ട്. അതാണ് ഓക്കെ.
അങ്ങനെ കഴിച്ച് നമ്മള് ഫുഡ് കഴിച്ചു, എല്ലാം കഴിച്ചു, വയർ നിറഞ്ഞ് നമ്മള് നൂഡിൽസ് ഫ്രൈഡ് റൈസ് എല്ലാം കഴിച്ചു ഗൈസ്. അപ്പം ഞങ്ങളെ ഈ ഇന്നത്തെ വീഡിയോ, ഈ ബീച്ചിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ നിങ്ങൾ പ്രസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് കാണാൻ പറ്റും. സോ നിങ്ങൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ആ